ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗാന്ധി വചനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏത് ജോലിയും വിശുദ്ധമാണ്. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല, അത് തോൽവിയാണ്. എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. കണ്ണിന് കണ്ണ് എന്നാണെങ്കിൽ ലോകം അന്ധതയിലാണ്ടുപോകും. കഠിനമായ ദാരിദ്ര്യത്താൽ വിശക്കുന്നവൻ്റെ മുന്നിലേക്ക് ദൈവത്തിന് റൊട്ടിയായിട്ടേ പ്രത്യക്ഷപ്പെടാനാകൂ. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ഭാവി. സമാധാനത്തിലേക്ക് ഒരു പാതയില്ല, സമാധാനമാണ് പാത. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാകുന്നു, ചിന്തകൾ വാക്കുകളും, വാക്കുകൾ പ്രവൃത്തികളും, പ്രവൃത്തികൾ മൂല്യങ്ങളുമാകുന്നു. നിങ്ങളുടെ മൂല്യങ്ങളാണ് നിങ്ങളുടെ വിധിയാകുന്നത്. സത്യം ദൈവമാണ്. ഒരു ശിശുവിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. കോപം അഗ്നി പോലെയാണ്, നാശം ഉണ്ടാക്കിയേ അത് അടങ്ങൂ. സത്യം വെറുമൊരു വാക്കല്ല, ജീവിതം മുഴുവൻ സത്യമാക്കി തീർക്കണം. ഞാൻ ചോക്ലേറ്റുകളിൽ മരണത്തെ കാണുന്നു. പ്രാർത്ഥനാനിരതനായ ഒരു മനുഷ്യൻ തന്നോട് തന്നെയും ലോകത്തോടും സമാധാനം പുലർത്തും. ഞാൻ ഒരു പടയാളിയാണ്, സമാധാനത്തിൻ്റെ പടയാളി. സത്യമാണ് എൻ്റെ ദൈവം. ഞാൻ ആ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല, എന്നാൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് തടവിലാക്കാം, മനസ്സിനെ ചങ്ങലക്കിടാനാവില്ല. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല. സ്വന്തം ജ്ഞാനത്തെക്കുറിച്ച് വളരെയധികം ഉറപ്പുവരുത്തുന്നത് വിവേകശൂന്യമാണ്. ഏറ്റവും ശക്തൻ ദുർബലമാകുമെന്നും ബുദ്ധിമാൻ തെറ്റിപ്പോകുമെന്നും ഓർമ്മപ്പെടുത്തുന്നത് ആരോഗ്യകരമാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിസ്സാരമായിരിക്കും, പക്ഷേ നിങ്ങൾ അത് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. എന്തെങ്കിലും വിശ്വസിക്കുക, ജീവിക്കാതിരിക്കുക എന്നത് സത്യസന്ധമല്ല. ഒരു തരത്തിൽ ഒരു കൂട്ടം, ഒരു തരത്തിലുള്ളവരും അല്ലാത്തതുമാണ്. നിങ്ങൾ നാളെ മരിക്കുന്നതുപോലെ ജീവിക്കുക. നിങ്ങൾ എന്നേക്കും ജീവിക്കുന്നതുപോലെ പഠിക്കുക. ഞാൻ നിരാശനാകുമ്പോൾ ചരിത്രത്തിലുടനീളം സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴി എല്ലായ്പ്പോഴും വിജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു. സ്വേച്ഛാധിപതികളും കൊലപാതകികളും ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്തേക്ക് അവർക്ക് അജയ്യരാണെന്ന് തോന്നുമെങ്കിലും അവസാനം അവർ എല്ലായ്പ്പോഴും വീഴുന്നു. എല്ലായ്പ്പോഴും ചിന്തിക്കുക. ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. പാപമോചനമാണ് ശക്തരുടെ ഗുണം. തെറ്റുകൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വിലമതിക്കുന്നില്ല. പ്രാർത്ഥന ചോദിക്കുന്നില്ല, അത് ആത്മാവിൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരാളുടെ ബലഹീനതയുടെ ദൈനംദിന പ്രവേശനമാണ് ഇത്. ഹൃദയമില്ലാത്ത വാക്കുകളേക്കാൾ വാക്കുകളില്ലാത്ത ഒരു ഹൃദയമുള്ളത് പ്രാർത്ഥനയിൽ നല്ലതാണ്. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. ആരെയും അവരുടെ വൃത്തികെട്ട കാലുകളിലൂടെ എൻ്റെ മനസ്സിലൂടെ നടക്കാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളായി മാറുന്നു. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്കുകളായി മാറുന്നു. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളായി മാറുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശീലങ്ങളായി മാറുന്നു. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങളായി മാറുന്നു. നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങളുടെ വിധിയായി തീരുന്നു. നിങ്ങൾക്ക് മാനവികതയിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത്. മനുഷ്യത്വം ഒരു സമുദ്രം പോലെയാണ്.
സമുദ്രത്തിൻ്റെ ഏതാനും തുള്ളികൾ വൃത്തികെട്ടതാണെങ്കിൽ സമുദ്രം വൃത്തികെട്ടതല്ല. എല്ലാ പ്രഭാതത്തിലെയും ആദ്യത്തെ പ്രവൃത്തി ഇനി പറയുന്ന ദിവസത്തിനായി തീരുമാനിക്കുക. ഭൂമിയിലുള്ള ആരെയും ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ദൈവത്തെ മാത്രം ഭയപ്പെടും. ഞാൻ ആരോടും മോശമായ ആഗ്രഹം സഹിക്കില്ല. ഞാൻ ആരുടെയും അനീതിക്ക് വഴങ്ങുകയില്ല. ഞാൻ സത്യത്താൽ അസത്യത്തെ ജയിക്കും. അസത്യത്തെ ചെറുക്കുന്നതിലൂടെ ഞാൻ എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കും. ഓരോ വീടും ഓരോ വിദ്യാലയമാണ്, മാതാപിതാക്കൾ അധ്യാപകരും. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. എൻ്റെ സമ്മതം കൂടാതെ ആർക്കും എന്നെ വേദനിപ്പിക്കാനാകില്ല. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാകാത്തതായി ഒന്നുമില്ല. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല. മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. മനുഷ്യൻ അവൻ്റെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. അവൻ ചിന്തിക്കുന്നതെന്തോ അതാണ് അവനായിത്തീരുന്നത്. ചിന്തയേക്കാൾ വലിയ ശക്തിയില്ല. എവിടെ ചിന്ത ഉദാത്തവും പരിശുദ്ധവുമാകുന്നുവോ അവിടെ എല്ലായ്പ്പോഴും ഫലവും ഉദാത്തവും പരിശുദ്ധവുമായിരിക്കും. നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ നല്ലതാണെങ്കിൽ മാത്രം സംസാരിക്കുക. എന്തെങ്കിലും ചെയ്യും മുൻപ്, ആ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ കണ്ടിട്ടുള്ള പാവപ്പെട്ടവരുടെ മുഖങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കൊണ്ട് അവർക്കെന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്ന് സ്വയം ചോദിക്കുക. എൻ്റെ രാമൻ, നമ്മുടെ പ്രാർത്ഥനകളിലെ രാമൻ, ചരിത്രത്തിൽ നിങ്ങൾ കാണുന്ന ദശരഥപുത്രനായ അയോധ്യാധിപതിയായ രാമനല്ല. മനസാക്ഷിയെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഭൂരിപക്ഷ നിയമത്തിന് പ്രത്യേക സ്ഥാനമൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.